ഇതൊക്കെ നല്ല അടിപൊളി ഒരു കടലക്കറിയാണ്. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതേ കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ കടല നമ്മൾ വറുത്തരച്ചിട്ട് വെക്കാറുണ്ട് ഇല്ലേ? അല്ലാതെ നമ്മൾ വെറുതെ മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കടല വെക്കാറുണ്ട്. പിന്നെ നമ്മൾ കടല വേവിച്ചതിന് ശേഷം നമ്മൾ അത് സവോളയും കാര്യങ്ങളൊക്കെ വാട്ടിയിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സവോളയും തക്കാളിയൊക്കെ നമ്മൾ അരച്ചും ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്കതിന് ചീഞ്ചട്ടി എടുക്കണം, വേറെ 2-3 പാത്രമൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒരൊറ്റ പാത്രത്തിൽ വെക്കാൻ നോക്കിയാലോ. അപ്പോൾ വളരെ രുചികരമായ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, അധികം പാത്രങ്ങളും നമുക്ക് വേണ്ട. അപ്പോൾ അതിന് വേണ്ടത് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കാണിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ നമ്മൾ കറികൾ കടല വയ്ക്കും ഇല്ലേ? അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നോക്കും നിങ്ങൾ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെ നമ്മൾ പിട്ടൊക്കെ കഴിക്കുക, നൂൽപ്പിട്ട്, അപ്പം, അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറേ അധികം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാൻ നിൽക്കേണ്ട ടൈമും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരമൊക്കെ തോന്നും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആണല്ലോ, അപ്പോൾ അത് നമ്മളിത്തിരി ലെങ്തി ആയിട്ടല്ലേ ഉണ്ടാവും നമ്മൾ വെക്കുന്ന രീതിയൊക്കെ. പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ വെക്കുമ്പോൾ വേഗം ഇതൊക്കെ കഴിയും. അപ്പോൾ ഞാനങ്ങനെ ഇഞ്ചിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞും ഒക്കെ കഴിഞ്ഞു. അതേപോലെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളിയും ഒക്കെ നല്ല ചെറുതായി കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുക എല്ലാം നല്ല നമുക്ക് ചതച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഞാനിവിടെ നല്ലോണം കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അരിയിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കടലക്കറിക്കായിട്ട് എടുക്കാൻ പോണത്. അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ കൂടിയിട്ട് ഒരു കാര്യം ചെയ്യണ്ടേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കേണ്ടത്. നമുക്കിതൊക്കെ കൂടിയിട്ട് എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് രുചികരമായ രീതിയിൽ എങ്ങനെ കടലക്കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സിമ്പിളാണ്, അധികം പണിയൊന്നും ഇല്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കുക്കർ മതി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ കുക്കർ ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ നല്ലോണം ഒന്ന് ചൂടാവണം. അപ്പോൾ ആ കുക്കർ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ വഴഞ്ഞ് വരണ വരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സവാള നല്ലോണം ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇത്രയും വാടി വന്നിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ നല്ലോണം വാടി കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അത്രത്തോളം കിട്ടും. പെട്ടെന്ന് നമ്മൾ അധികം ഒന്ന് വാടാത്ത രീതിയിലാവുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. കാരണം ഒന്ന് ഇതാവാത്ത മാതിരി ഉണ്ടാവുമല്ലോ കുറച്ച്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടും കൂടിയിട്ട് ഒന്ന് അതാക്കാം. കാരണം നമ്മൾ സവോള എന്തായാലും പകുതിയോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടി ആകുമ്പോൾ ഒന്നും കൂടിയും അങ്ങടാവും. അപ്പോൾ രണ്ടും കൂടി നമുക്ക് നന്നായി ഇനി വാട്ടി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം വാടി ആയി വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള എല്ലാതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് നല്ലവണ്ണം ഇളക്കി എടുക്കണം. അപ്പോൾ നന്നായി വാടി വരുന്നത് വരെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് അതിലേക്ക് സെറ്റായി കിട്ടണം, നമ്മുടെ മുളകും പച്ചമുളകൊക്കെ. അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി ഒക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇതേപോലെ നല്ലോണം അതിലേക്ക് ആവുന്ന വരെ നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ആ പച്ചമണങ്ങളൊക്കെ, പൊടികളുടെ പച്ചമണങ്ങളൊക്കെ മാറണ വരെ നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കണം. അപ്പോൾ ഏതാണ്ട് അത് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം മസാലയൊക്കെ ഇതിലേക്ക് ശരിക്ക് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടലയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതേ ഞാൻ ആ കടലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വെള്ളം അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ സവോള വാട്ടുമ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കടലയും കൂടി ഇട്ട് കൊടുത്ത കാരണം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ കറി ആയ മാതിരി തോന്നും. കാരണം ആ സവോളയും തക്കാളിയൊക്കെ ഉടഞ്ഞതായിട്ടുണ്ടല്ലോ, അതിൻ്റെയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് വെള്ളം, നിങ്ങൾക്ക് എത്രയാണ് വെള്ളം ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം. കാരണം ഞാനിവിടെ ഇന്ന് പിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ആ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടേക്ക് അപ്പോൾ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചു. നമ്മുടെ കടലക്കറി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പില, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. കാരണം ഇനി നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വറുത്തരച്ച് വെക്കണേക്കാളും നമ്മൾ കടല വേവിച്ചിട്ട് നമ്മൾ സവാളയും തക്കാളിയൊക്കെ വീണ്ടും വാട്ടിയിട്ട് ഈ കറി അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പിന്നെയും തിളപ്പിച്ചെടുക്കും. അങ്ങനെ ചെയ്യുന്നതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ആക്കിയെടുക്കുമ്പോൾ. കാരണം ഒക്കെ നമ്മൾ വേവിച്ചിട്ട് കടലയും കൂടി അതിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കടലയിലേക്ക് ആ മസാലകൾ കംപ്ലീറ്റ് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ പിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ രാവിലെ ഇന്ന് ഞങ്ങൾക്ക് പുട്ടാണ്. അപ്പോൾ പുട്ടിലേക്ക് ഞാനിത് നമ്മുടെ കടലക്കറി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ പിന്നെ ഒരു റോബസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് റോബസ്റ്റിൻ്റെ പഴം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മോൾക്ക് എന്തായാലും ഇവിടെ പുട്ട് ഉണ്ടാക്കുമ്പോൾ മോൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും കറി വേണം. അപ്പോൾ അത് കാരണം ഞാൻ മിക്കതും പുട്ട് ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ ബീൻസ് കടലക്കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മോൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ.